എന്ത് കഷ്ടമല്ലേ, കാത്തിരുന്നതാണ് ഇതിലൊന്ന് ഫ്ലവറായി കാണാനായിട്ട്. അപ്പോഴൊന്നും ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഇതാ വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ വിചാരിച്ചു കൊട്ടേഷൻ സംഘത്തിന് ഏൽപ്പിക്കാം. കൊട്ടേഷൻ സംഘം അവിടെ കറങ്ങി നടപ്പുണ്ടായിരുന്നു. ഒരു വിളിപ്പാട് അകലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 പേരുണ്ട്, 2 പേരെ പിടിച്ച് കൊട്ടേഷൻ സംഘത്തിന് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. പഴയ സിനിമയിൽ മുതലക്കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കില്ലേ, അത് കണക്ക് ഞാനും ഇവരെ കഴിക്കാൻ കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. എന്തായാലും നല്ല 2 അടി കൊടുക്കണം. ചെയ്യോ ഇനി ഞാൻ കഴിക്കാൻ പറ്റും. ചെയ്യോ ഇനി മേലിൽ വരരുത്, തിന്നാനായിട്ട് വരരുത്. കൊട്ടേഷൻ സംഘം എത്തിയിട്ടുണ്ട്. കുറച്ചൊന്ന് അവശകളാക്കിയിട്ട് കഴിക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ ചാടി വീണ്ടും ചെടികളിൽ കയറും. തിന്നുമെങ്കിൽ ഇനി വരുമെങ്കിൽ ഇതുപോലെ അടിയും കൊള്ളും. 2 എന്നെ രാവിലെ പ്രാകുന്നുണ്ടായിരിക്കും. ഉറുമ്പുകൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. പാചകം ചെയ്ത് കൊന്നു കൊടുത്തിട്ടുണ്ട്. കൊന്നില്ല കേട്ടോ, ചട്ടിത്തൊന്നും ഇല്ല നിങ്ങൾ. ഇനി അവരെ പാടാൻ ചെറുതിനെ തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട്. വലുതിനെ എല്ലാവരും കൂടെ പണിപ്പെട്ട് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോവാണ്. രാവിലെ എനിക്ക് പ്രാന്താന്ന് കരുതണ്ട, ചെറിയ എൻ്റർടൈൻമെൻറ്റ്സ് അതാണ് കേട്ടോ. നമ്മൾ പൂക്കളെ തിന്നാൻ വന്നുകൊണ്ടല്ലേ, വേറെ വല്ല മരത്തിൽ വരുന്നെങ്കിൽ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇത് പൂക്കളെ കഴിക്കാൻ വേണ്ടി വന്നത് കൊണ്ട് മാത്രം ഇതിങ്ങനെ ഞാൻ അറ്റാക്ക് ചെയ്തതാണ്. കൊണ്ടുപോകുന്ന നോക്കിക്ക് എന്ത് രസമല്ലേ, എന്നാ ഒത്തരമായി. കുറേ സമയം ഇങ്ങനെ ഇവരുടെയൊക്കെ എന്താ പറയുക രീതികളൊക്കെ വാച്ച് ചെയ്തിരിക്കാൻ നല്ല രസമുണ്ട്. അവരെല്ലാവരും പണിപ്പെട്ട് എടുത്തുകൊണ്ട് പോവാണ്. ഉറുമ്പുകൾക്ക് ജോലി ഈസിയായി കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്നെ വലിക്കേണ്ട, ഞാൻ തന്നെ വന്നോളാമെന്നും പറഞ്ഞ് പോവുകയാണ്. തൊട്ടപ്പുറത്ത് കടിയുറുമ്പുകളുടെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവർ ഈ ഉറുമ്പുകൾ ഉറുമ്പുകളും തമ്മിൽ നല്ല ടേംസിലല്ല, എപ്പോഴും അടിയാണ്. എന്തായാലും ഇവർക്ക് ഇന്ന് ചാകര 2 പുഴുവിനെ കിട്ടി, മറ്റവർക്ക് കിട്ടിയില്ല. മറ്റവർ പാഞ്ഞോടുന്നുണ്ട്. എന്തായാലും ഇനി ഇതിനകത്തേക്ക് ആരും വരില്ലാന്ന് തോന്നുന്നു ബ്രൗൺ റോക്കറ്റ്സിന്. രാവിലെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് നോക്കുകയാണ് എന്താ ഇവിടെ സംഭവം. അപ്പോഴാണ് നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിൽ പൂ വരുമെന്ന് ഞാൻ കണ്ടത്. എനിക്കറിയില്ലായിരുന്നു ബട്ടർഫ്ലൈ പ്ലാന്റ്സിൽ പൂ ഉണ്ടാവുമെന്ന്. ആദ്യമായിട്ടാണ് കേട്ടോ ബട്ടർഫ്ലൈ പ്ലാന്റിൽ എനിക്ക് പൂ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ്, അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡാണ്, നല്ല രസമായിരുന്നു. ഇത് എൻ്റെ പിച്ചകം ചെടിയാണ്. ഇത് നമ്മുടെ തലയിൽ വെക്കണം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പിച്ചകമാണെന്ന് അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒരുപാട് ബഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെയിലടിക്കുന്നതുകൊണ്ട് ഗ്ലെയർ കാരണം കാണാൻ പറ്റുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.